തിരുവോണത്തിന്റെ ആഴ്ചയിൽ കൽപ്പറ്റ ഡിപ്പോയിലെ ഒരു ജീവനക്കാരൻ KSRTC കൽപ്പറ്റ ഡിപ്പോയ്ക്ക് മുമ്പിൽ കഞ്ഞി വെച്ച് പ്രതിഷേധം നടത്തുന്ന ഒരു വീഡിയോ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വരികയുണ്ട്. ഡ്യൂട്ടീൻ്റെ കുറവ് പറഞ്ഞ് എനിക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നിഷേധിച്ചിരിക്കുക. ആ ഒരു ശമ്പളം കൊണ്ട് വേണം ഓണം കഴിക്കാനും ഓണത്തിന് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിലും വീട്ടിലേക്ക് അരി വാങ്ങണമെങ്കിലും ഒക്കെ. ഈ ഡ്യൂട്ടീൻ്റെ പേരും പറഞ്ഞിട്ടാണ് എൻ്റെ മകളുടെ കുഞ്ഞിന് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാനിവിടെ ഹാജരാക്കിയിരുന്നതാണ്. പക്ഷേ അതൊന്നും മേലധികാരികൾ പരിഗണിച്ചില്ല. എനിക്ക് മാത്രമേ ഈ ഡിപ്പോയിൽ ശമ്പളം ഇല്ലാതെ ഉള്ളൂ. ഈ ജീവനക്കാരൻ അവരുടെ മകളുടെ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അവർ ചികിത്സയിലായിരുന്ന സ്ഥലത്തായതിനാൽ 16 ഡ്യൂട്ടി എന്ന ഫിസിക്കൽ ഡ്യൂട്ടി എന്ന കോർപ്പറേഷൻ കടമ്പ ചാടിക്കടക്കുവാൻ കഴിയാതെ 15 ഡ്യൂട്ടി എന്ന ടാർഗറ്റിന് തൊട്ട് താഴെ എത്തുകയും PT ഉഷ മത്സരിച്ച ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാതെ ഇരുന്നതുപോലെ ശമ്പളം കിട്ടാതെ തലനാരിഴയ്ക്ക് നഷ്ടപ്പെടുകയാണ്. KSRTC മാത്രം കണ്ടുവരുന്ന ഒരു പ്രാകൃത നിയമവും ബിജു തച്ചരി പ്രഭാകരൻ സംഭാവന ചെയ്ത അതിവിശിഷ്ടമായ നിയമവും KSRTCയിലെ മാനേജ്മെന്റ് ഏലക്കായിട്ട ചായ കുടിച്ച് ഇവിടുത്തെ അംഗീകൃത യൂണിയനുകൾക്ക് ഏലക്കായിട്ട ചായ നൽകി മനോഹര മധുരവുമായ ബിസ്ക്കറ്റുകൾ നൽകി തൊഴിലാളികളെ വഞ്ചിച്ച കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥയുടെ ബാക്കി പത്രമാണിത്. ഇപ്പൊ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് നേരെ പ്രത്യക്ഷമായ രീതിയിൽ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതി ചേർത്തിട്ടില്ല. എന്നാൽ 190 ഡ്യൂട്ടി ഉള്ള ജീവനക്കാർക്ക് മാത്രമേ ഇൻക്രിമെന്റ്, പ്രൊമോഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുവാൻ സാധിക്കും എന്ന മാനേജ്മെന്റ് ദാർഢ്യത്തിന് മുമ്പിൽ ഏലക്ക ചായയുടെ മധുരത്തിൽ ഒപ്പിട്ട് കൊടുത്ത നേതാക്കൾ ആ 190 ഭാഗം 12 എന്ന കണക്കിൽ 16 ഡ്യൂട്ടി എന്ന് മാനേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാവപ്പെട്ട ജീവനക്കാരിക്ക് ശമ്പളം ലഭിക്കാതെ പോയത്. ഇത് എല്ലാ മാസവും ഒരുപാട് ജീവനുകൾ അവർ അധ്വാനിച്ച പൈസ ലഭ്യമാകാതെ കണ്ണീരോടുകൂടി നിൽക്കുന്ന കാഴ്ച KSRTCയിൽ കാണാറുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് 16 ഡ്യൂട്ടി ചെയ്തില്ല എങ്കിൽ ആ ചെയ്ത ഡ്യൂട്ടിയുടെ ശമ്പളം കൊടുക്കുവാനുള്ള ഒരു കാരുണ്യമെങ്കിലും കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ 3 വർഷക്കാലമായി ചെയ്ത ഡ്യൂട്ടിയുടെ ഇത്തരത്തിലുള്ള ശമ്പളം നൽകാതെ ജീവനക്കാർ ഈ അരിയർ നോക്കി മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുക. ആ സാഹചര്യത്തിലാണ് ഈ ജീവനക്കാരുടെ ഈ ശമ്പളം ഇത് നഷ്ടമാകുകയാണ് എന്നേക്കും. കാരണം ഇതിന് എന്ന് കിട്ടുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. കോർപ്പറേഷൻ ഈ അരിയറുകൾ നൽകുവാൻ യാതൊരു വിധത്തിലുള്ള ഉദ്ദേശമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നിയമം, ഈ ശമ്പള പരിഷ്കരണ കരാർ നടപ്പിലാക്കുന്നതിന് മുൻപേ KSRTCയിൽ ബിജു തച്ചരി പ്രഭാകരൻ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ നടപ്പിലാക്കിയപ്പോൾ ഒരു എതിർ ശബ്ദം പോലും ഉന്നയിക്കാതിരിക്കുകയും ഈ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ആ ശമ്പള പരിഷ്കരണ കരാറിൽ ഇതിന്റെ ഒരു ഭാഗം 190 ഡ്യൂട്ടി എന്ന ഒരു വർഷം എന്നുള്ളത് എഴുതി ചേർക്കുകയും ചെയ്തപ്പോഴും മിണ്ടാതിരുന്ന കുറെ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് ഇപ്പോൾ കിടന്ന കോലാഹലമുണ്ടാക്കുന്നത്. ഏതായാലും പ്രാകൃതമായ നിയമങ്ങൾ എങ്ങനെയാണ് ആധുനിക തലമുറയ്ക്ക് മുമ്പിൽ അടിച്ചേൽപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുവാൻ KSRTCയുടെ വാർവലുകളും ഉത്തരവുകളും ഇത്തരത്തിലുള്ള തൊഴിലാളി പീഡനങ്ങളും പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ബിജു തച്ചരി പ്രഭാകരന് ശേഷം കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പോലും പുറം ലോകം അറിയാത്തതെന്ന് നിശബ്ദനാക്കപ്പെടുകയും ചീഫ് ഓഫീസിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് മന്ത്രിയുടെ നെടുനായി പ്രവർത്തിക്കുന്ന ആളുകൾ KSRTCയിൽ സൂപ്പർ MDമാർ ചമഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശമ്പളമില്ലാതെ കഞ്ഞി വെക്കുവാൻ, ആ പാത്രത്തിൽ ഇടുവാൻ അരിയെങ്കിലും ലഭിച്ചിട്ടുള്ളത് മഹാഭാഗ്യമായി കരുതണമെന്ന് പ്രിയപ്പെട്ട സഹോദരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ KSRTC ജീവനക്കാരുടെയും അവസ്ഥ ഇതാണ് എന്നും അരിയർ ഇനിയെങ്കിലും മാനേജ്മെന്റിന് ആ സൽപ്പേര് എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത് പറയുന്ന എന്നെയല്ല കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം നൽകേണ്ടത്. അന്തസ്സുണ്ട് എങ്കിൽ ആ പൈസ നൽകുവാൻ, ചെയ്ത ജോലിയുടെ ശമ്പളം നൽകുവാൻ തയ്യാറാകണമെന്ന് വിനയ അഭ്യർത്ഥിച്ചുകൊണ്ട് പരിഹസിച്ചു എന്നുള്ളൊരു കുറ്റപത്രം ഇനി തരരുത്, പകരം വിമർശിച്ചു എന്ന് എഴുതണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you.